നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് സ്പെയിൻ തങ്ങളുടെ വ്യോമപാത അടച്ചിരിക്കുന്നു. സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ സ്പാനിഷ് ദിനപത്രമായ എൽ പൈസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സ്പാനിഷ് പ്രതിരോധ മന്ത്രി മാർഗരിറ്റ് റോബിൾസ് പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. സ്പെയിനിലെ സംയുക്ത സൈനിക താവളങ്ങൾ, അതായത് റോട്ട, മോറോൺ എന്നിവ US സേന ഉപയോഗിക്കുന്നത് സ്പെയിൻ നേരത്തെ തന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുദ്ധവിമാനങ്ങൾക്ക് വ്യോമപാതയിലൂടെയുള്ള സഞ്ചാരത്തിനും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് നാറ്റോ അംഗമായ സ്പെയിന്റെ വ്യോമപാത പൂർണ്ണമായും ഒഴിവാക്കി മറ്റു വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും എന്നുകൂടി കൂട്ടിച്ചേർത്തു. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങൾ ഇളവ് അനുവദിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് മുൻപേ തന്നെ രൂക്ഷമായി ഇതിന് പിന്നാലെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് സ്പെയിനിന്റെ തന്നെ ഒരു നിലപാട് എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. ഏകപക്ഷീയമായി ആരംഭിച്ച ഈ യുദ്ധത്തിന് പങ്കുചേരുകയോ അതിന് യാതൊരുവിധ പിന്തുണ നൽകുകയോ ഇല്ലെന്ന സ്പാനിഷ് സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി നടപടിയെന്നും സാമ്പത്തിക മന്ത്രി കാർലോസ് ക്യൂർപ്പോ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം സൈനിക താവളങ്ങളും വ്യോമപാതവും വിലക്കിയ സ്പെയിനിന്റെ തീരുമാനത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്ന സ്പെയിനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ വിച്ഛേദിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നതാണ് പുതിയ സംഭവ വികാസങ്ങളെന്ന് കൂട്ടിച്ചേർക്കുന്നു. വടക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന നഗരമായ ഹൈഫയെ ലക്ഷ്യമിട്ട് ശക്തമായ മിസൈൽ ആക്രമണവുമായി ഹിസ്ബുള്ള ഉണ്ട്. നഗരത്തിലെ നാവികസേനാ താവളത്തിന് നേരെ അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഹൈഫയിലെ വ്യവസായ മേഖലയെ നടുക്കി മിസൈലുകൾ പതിച്ചത്. ഇതിന് പിന്നാലെ നഗരത്തിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയായ ബസാൻ റിഫൈനറിയിൽ വൻ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹൈഫയിൽ നാവികസേന ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷം തന്നെ വർഷിച്ചത്. എണ്ണ ശുദ്ധീകരണശാലയിൽ ഒരു ഗ്യാസോലിൻ തന്നെ ടാങ്കിന് തീപിടിക്കുകയും പ്രദേശം പുക്കപടലമായി നിറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം മിസൈൽ നേരിട്ട് പതിച്ചതാണോ അതോ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ തകർത്തപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങൾ വീണതാണോ തീപിടുത്തത്തിന് കാരണമെന്ന് ഇസ്രായേൽ അധികൃതർ തന്നെ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആക്രമണത്തിൽ ഇതുവരെ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം തീവ്രമാകുന്നതിനിടയിലാണ് ഹൈഫയിലെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.